ഞാൻ ഈ ചിക്കനെ കഴിക്കണോ? എനിക്ക് യൂറിക് ആസിഡ് ഉള്ളത് എനിക്ക് അറിഞ്ഞൂടെ? ഇതൊക്കെ എന്തറിഞ്ഞിട്ടാ? ഇതൊക്കെ നിന്നോട് ആരാ പറയണേ? അതൊക്കെ എനിക്കറിയാം. ഈ ചിക്കനിലില്ലേ പ്രോട്ടീനും ഉണ്ട് പ്യൂരിനും ഉണ്ട്. ഞാനേ ന്യൂസ് ഒക്കെ കാണുന്ന ആളാ. എന്നും പറഞ്ഞ് പ്രോട്ടീൻ ഒന്നും കഴിക്കേണ്ടെന്നാ? നീ ന്യൂസ് കാണുമ്പോഴേ ഹെഡ്ലൈൻ മാത്രല്ല ഫുള്ളായിട്ട് കാണണം. പ്രോട്ടീൻ 2 ടൈപ്പ് ഉണ്ടെന്നുള്ളത് അറിയോ? 2 എണ്ണോ? പ്രോട്ടീൻ എല്ലാം പ്രോട്ടീൻ അല്ലേ? അല്ല, ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാലേ പ്രോട്ടീൻ ലെവൽ കൂടുതലും പ്യൂറിന്റെ അളവ് കുറവുമായിരിക്കും. അതായത് ഈ ചിക്കൻ, എഗ്ഗ്, പനീർ, ചിക്ക് പീസ് പോലെയുള്ള ഫുഡുകൾ. പിന്നെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് പ്രോട്ടീനും പ്യൂറിന്റെ ലെവലും കൂടുതലായിരിക്കും. ഈ റെഡ് മീറ്റ്, ഓർഗൻ മീറ്റ്, പിന്നെ ചില ടൈപ്പ് ഫിഷുകൾ. ഓ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അതെ. പിന്നെ ഉണ്ടല്ലോ ഈ പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ മെറ്റബോളൈസ് ചെയ്ത് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് യൂറിയാണ്. അത് ലെസ് ഹാംഫുൾ ആണ്, ഈസിലി എക്സ്ക്രീറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. പക്ഷേ പ്യൂറിൻ മെറ്റബോളൈസ് ചെയ്ത് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് യൂറിക് ആസിഡ് ആണ്. അതാണ് നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നതും ക്രിസ്റ്റലൈസ് ആവുന്നതും ഗൗട്ടിലേക്ക് കാരണമാവുന്നതും. അപ്പം യൂറിക് ആസിഡ് ഉള്ളവർക്കും ചിക്കൻ കഴിക്കാം? അപ്പം വേണ്ട. നിങ്ങളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജോയിൻ നാച്ചുറൽ.